ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ലാൻഡ് ഓഫ് ഭഗവത്ഗീത, ലാൻഡ് ഓഫ് മഹാഭാരത എന്നൊക്കെ അറിയപ്പെടുന്ന കുരുക്ഷേത്രയിലേക്കാണ്. ഏകദേശം 51 കിലോമീറ്ററാണ് അംബാലയിൽ നിന്ന് കുരുക്ഷേത്രയിലേക്കുള്ളത്. അപ്പോൾ അവിടെ എത്തുന്നതിന് തൊട്ട് മുമ്പേ പിപ്പിലി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സൂ ഉണ്ട്. ഒരു കുഞ്ഞു സൂ ആണ്. അതിന് മുമ്പ് ഞങ്ങൾ പോയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റുള്ള ഓവർ ബ്രിഡ്ജിൻ്റെ സൈഡിലുള്ള പെയിൻറ്റിങ്സ് ആണ് ഇതൊക്കെ. അപ്പോൾ നമ്മൾ കുരുക്ഷേത്രത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് ഈ പെയിൻറ്റിങ്സ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഈ പെയിൻറ്റിങ്സിലൊക്കെ മഹാഭാരത യുദ്ധവുമായി ബന്ധപ്പെട്ട കഥകളാണ് പറയുന്നത്. കുരുക്ഷേത്രയിൽ നടന്ന മഹാഭാരത യുദ്ധത്തിൻ്റെയും പാണ്ഡവരുടെ സ്വർഗാരോഹണത്തിൻ്റെയും ഒക്കെ കഥകളാണ് ഈ ഓവർ ബ്രിഡ്ജിൻ്റെ 2 സൈഡിലും ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ അപ്പുറത്തെ സൈഡിലുണ്ട്, തിരിച്ചു പോകുന്ന വഴിയിൽ കാണാം. അങ്ങനെ ഞങ്ങൾ കുരുക്ഷേത്രയിലെത്തി. അപ്പോൾ ഇവിടെ ഓൾറെഡി ഈ മഹാഭാരത യുദ്ധമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ നേരത്തെ ഒരു പ്രാവശ്യം വിസിറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു പനോരമിക് മ്യൂസിയം ഉണ്ട്. അത് കാണാൻ കുറച്ച് സമയം എടുക്കും. നമുക്കൊരു ഹാഫ് ഡേ ഒക്കെ വേണ്ടി വരും. അപ്പോൾ അത് ഞങ്ങൾ നേരത്തെ വന്നപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോകുന്നത്. അതാണ് കുരുക്ഷേത്രൻ്റെ എൻട്രി. അപ്പോൾ ഭഗവാൻ പാർത്ഥസാരഥിയായിട്ട് യുദ്ധത്തിൽ അർജുനൻ്റെ രഥവും വഹിച്ചുകൊണ്ട് പോകുന്ന ഒരു സ്റ്റാച്യു ആണ് കുരുക്ഷേത്രയിലേക്കുള്ള എൻട്രി ആയിട്ട് അതിൻ്റെ കവാടത്തിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് കുരുക്ഷേത്ര യൂണിവേഴ്സിറ്റിയിൽ ലോ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരാളിനെ കാണാനുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെയും കണ്ടിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് മ്യൂസിയം സന്ദർശിക്കാൻ വേണ്ടിയിട്ടാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ആ കുരുക്ഷേത്ര യൂണിവേഴ്സിറ്റിയിലെത്തുന്നുണ്ട്. അപ്പോൾ ഇവിടെ കുരുക്ഷേത്ര യൂണിവേഴ്സിറ്റിക്ക് 2 എൻട്രി ഗേറ്റാണുള്ളത്, ശ്രീകൃഷ്ണ ദ്വാറും ദ്രോണാചാര്യ ദ്വാറും. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ എൻട്രി ചെയ്യുന്നത് ശ്രീകൃഷ്ണ ദ്വാറിൽ കൂടിയാണ്. നിറയെ മരങ്ങളൊക്കെ ഉള്ള നല്ല ഭംഗിയുള്ള ഒരു ക്യാമ്പസാണ് കുരുക്ഷേത്ര യൂണിവേഴ്സിറ്റിൻ്റെ. ഈ കുരുക്ഷേത്ര യൂണിവേഴ്സിറ്റിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർ കാണണേ. ഇതാണ് യൂണിവേഴ്സിറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ലോ. അപ്പോൾ ഞങ്ങൾ വന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഇവിടുന്ന് തിരിച്ച് പനോരമ മ്യൂസിയത്തിലേക്ക് പോവുകയാണ്. ഇതിപ്പോൾ കുരുക്ഷേത്ര യൂണിവേഴ്സിറ്റിൻ്റെ ദ്രോണാചാര്യ ദ്വാറാണ്. നേരത്തെ പറഞ്ഞില്ലേ 2 എൻട്രി ഉണ്ടെന്ന്. ഇപ്പം നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകുന്നത് കുരുക്ഷേത്ര പനോരമ ആൻഡ് സയൻസ് സെൻറ്ററാണ്. ഇത് 2001 മാർച്ച് 6-നാണ് പബ്ലിക്കിനായിട്ട് തുറന്നു കൊടുത്തത്. ഈ കുരുക്ഷേത്ര പനോരമ ആൻഡ് സയൻസ് സെൻറ്ററിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് അവിടെ നമുക്ക് മഹാഭാരത യുദ്ധത്തിൻ്റെ ഒരു പനോരമിക് വ്യൂ കാണാൻ പറ്റും എന്നുള്ളതാണ് മുഴുവനായിട്ട്. അതുകൂടാണ്ട് കുറേ സയൻസ് എക്സിബിറ്റ്സും സയൻസുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ പബ്ലിക്കിന് ഒരു സയൻസ് ആൻഡ് ടെക്നോളജിനെ കുറിച്ചുള്ള കുറച്ച് ഫെമിലറൈസേഷനും കുട്ടികൾക്ക് കുറച്ച് യൂസ് ആവുമെന്നൊക്കെ പറഞ്ഞിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ NCSM നെറ്റ്വർക്കിൽ ഉൾപ്പെടുത്തി രൂപപ്പെടുത്തിയ ഒരു സയൻസ് സെൻറ്ററാണ് ഈ പനോരമ സയൻസ് സെൻറ്റർ എന്ന് പറയുന്നത് കുരുക്ഷേത്രയിലുള്ളത്. അപ്പം ഞങ്ങളങ്ങനെ ഇതിൻ്റെ അകത്ത് എൻട്രി ചെയ്തിട്ടുണ്ട്. രാവിലെ 9:30-ക്കാണ് ഈ സയൻസ് സെൻറ്റർ തുറക്കുന്നത്. വീക്കിൽ എല്ലാ ദിവസവും ഇത് ഓപ്പണാണ്. രാവിലെ 9:30 മുതൽ വൈകിട്ട് 6 മണി വരെ. ഇവിടെ പാർക്കിംഗ് ഫീസ് ഉണ്ട്. ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തു. ഇതാണ് പനോരമ സയൻസ് സെൻറ്റർ എന്ന് പറയുന്നത്. ഇപ്പോൾ 4 വീലേഴ്സിന് 50 റുപ്പീസും 2 വീലേഴ്സിന് 20 റുപ്പീസുമാണ് പാർക്കിംഗ് ഫീസ്. അതുകൊണ്ടാണ് ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് എൻട്രി ഫീസ് വേറെ ഉണ്ട്. നമുക്ക് അവിടെ കൗണ്ടറിൽ പോയിട്ട് ചോദിക്കാം. നമ്മൾ പാർക്കിങ്ങിൽ തന്നെ നല്ല ഭംഗിയായിട്ട് 3 സ്റ്റാച്യു ഒക്കെ ഉണ്ട്. രാജസ്വിക്, സാത്വിക്, തമസ്വിക് എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് നടക്കുമ്പോൾ ഇന്ത്യയിലെ പ്രശസ്തരായ ശാസ്ത്രജ്ഞരുടെയൊക്കെ സ്റ്റാച്യുവും അവരുടെ കോൺട്രിബ്യൂഷൻസും ഒക്കെ ഇവിടെ നല്ല ഭംഗിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ വായിച്ച് മനസ്സിലാക്കാം. ശ്രീനിവാസ രാമാനുജൻ മുതൽ വിക്രം സാരാഭായ്, JC ബോസ്, അങ്ങനെ എല്ലാ പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞരുടെയും സ്റ്റാച്യു നമുക്ക് ഇവിടെ കാണാം. അതുകൂടാണ്ട് നല്ല ഭംഗിയായിട്ട് ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഗാർഡനും ഒക്കെ ആയിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ നമുക്കൊരു വാം ആൻഡ് വെൽക്കമിങ് ഫീലാണ് കിട്ടുന്നത്. നമ്മൾ നേരെ എൻട്രി ചെയ്യുമ്പോൾ തന്നെ ഒരു കുഞ്ഞ് ഡൈനോസർ പാർക്കും ഉണ്ട് ഗേറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട്. അവിടെ നമുക്ക് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഡൈനോസർ നേരത്തെ ജീവിച്ചിട്ടുണ്ടായിരുന്ന അവരുടെ കുറേ സ്പീഷീസും ഒക്കെ ആയിട്ട് അതിൻ്റെ സ്റ്റാച്യു ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു കുഞ്ഞ് ഡൈനോസർ പാർക്കും കൂടിയുണ്ട്. പിന്നെ ഇപ്പോൾ ഓൾറെഡി സമ്മർ തുടങ്ങി ഇവിടെ. അത് കാരണം നല്ല വെയിലായ കാരണം പിന്നെ ഡൈനോസർ പാർക്ക് ഞങ്ങൾ വിസിറ്റ് ചെയ്തില്ല. കാരണം പുറത്ത് അത്ര സമയം നിൽക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഞങ്ങൾ നടന്നേ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. കുരുക്ഷേത്ര പനോരമ ആൻഡ് സയൻസ് സെൻറ്റർ എന്ന് എഴുതിയിട്ടുണ്ട്. കണ്ടോ? ഇതിനു മുമ്പ് ഇതൊന്ന് ഹനിത നോക്കുക. ഇത് നോക്ക്, ഇതെന്താ നോക്കട്ടെ.
ग्रेनाइट बॉल और क्यूगल फाउंटेन കറക്ക കറക്ക. ഇത് വേൾഡ് മാപ്പാണ്. കണ്ടോ അതിനകത്ത് ഇന്ത്യ എവിടെ കണ്ടുപിടിക്കും നീ? ഓ അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ പോകണം. ഇവിടെ റൈറ്റ് സൈഡിൽ കണ്ടോ കൊണാർക്ക് സൂര്യ ടെമ്പിളിൻ്റെ അവിടെയുള്ള പോലത്തെ വലിയ വീലുണ്ട്. അതിൻ്റെ സെയിം തന്നെ ഇവിടെ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ എൻട്രി ഫീസ് 50 രൂപയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ കുറേ ഡിഫറെൻറ്റ് കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട്. അതിൻ്റെയൊക്കെ പൈസ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ളത് മാത്രം ചൂസ് ചെയ്തിട്ട് അതിൻ്റെ പൈസ കൊടുത്ത് അത് മാത്രം കാണാം. പിന്നെ ഇത് ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് അല്ലാണ്ട് വേറെയും കുറേ കാര്യങ്ങൾ കാണാനുണ്ട്. എക്സ്ട്രാ 50 റുപ്പീസ് എൻട്രി ഫീസിൽ തന്നെ. പിന്നെ അതിൽ ഫാൻറ്റസി റൈഡിൽ കയറുമ്പോൾ മാത്രം കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. അതായത് ക്രോണിക്കായിട്ടുള്ള അസുഖങ്ങളുള്ളവർ, ഹേർട്ട് ഡിസീസസ് ഉള്ളവർ, ഹൈ BP ഉള്ളവർ, അപ്പം അങ്ങനെയുള്ളവരൊന്നും ഫാൻറ്റസി റൈഡിൽ കയറാൻ പാടില്ല എന്നുള്ള ഇൻസ്ട്രക്ഷനൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇപ്പം നമ്മൾ കണ്ട പോലെ താരാമണ്ഡൽ ഷോ, അങ്ങനെ കുറേ ഫാൻറ്റസി റൈഡ്, അങ്ങനെ കുറേ നമുക്ക് എക്സ്ട്രാ പൈസ കൊടുത്തിട്ട് കാണാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അല്ലാണ്ട് തന്നെ ഈ 50 റുപ്പീസ് എൻട്രി ഫീസിൽ കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ മഹാഭാരത യുദ്ധത്തിൻ്റെ പനോരമിക് വ്യൂ ഒക്കെ നമുക്ക് അല്ലാണ്ട് തന്നെ കാണാൻ പറ്റുന്നത്. അപ്പം ഞങ്ങളാണെങ്കിൽ ഇതിനകത്ത് താരാമണ്ഡൽ ഷോയും, അതായത് നക്ഷത്രങ്ങളെ കാണാനുള്ള ഓപ്ഷനും, അതേപോലെ നോ യസ് ഫിയർ എന്ന് പറഞ്ഞിട്ട് KOS എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അത് രണ്ടുമാണ് ചൂസ് ചെയ്തത്. അതിൽ താരാമണ്ഡൽ ഷോയ്ക്ക് 10 രൂപ ഒരാൾക്ക്, നോ യസ് ഫിയറിന് 30 രൂപയാണ്. ഞങ്ങളങ്ങനെ അകത്ത് കയറി. ഇപ്പോൾ അകത്ത് കയറുമ്പോൾ തന്നെ അവിടെ കുറേ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ നമുക്ക് ചെയ്യാനുണ്ട്. ചെയ്ത് നോക്കാൻ സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ അതിനെക്കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ ഇതൊക്കെ നമുക്ക് ആ 50 റുപ്പീസ് എൻട്രി ഫീസിൽ വരുന്നതാണ്. എക്സ്ട്രാ പൈസയൊന്നും കൊടുക്കണ്ട. അപ്പോൾ 11 മണിക്കാണ് ഞങ്ങളുടെ നോളജ് ഓൺ യസ് ഫിയർ എന്നുള്ള ഷോ തുടങ്ങുന്നത്. അപ്പോൾ ഞങ്ങൾ ഏകദേശം 19 ആയപ്പോഴത്തേക്കും അകത്ത് കയറി. ഇപ്പോൾ ഈ കാണുന്നത് ഇൻഫിനിറ്റി വെല്ലാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ എൻ്റെ എവിടെയാണെന്ന് നമുക്ക് മനസ്സിലാവില്ല. അതാണല്ലോ ഇൻഫിനിറ്റി വെൽ എന്ന് പറഞ്ഞത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷനൊക്കെ അത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ വായിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ച് ഓരോന്നും സ്വന്തമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും സജ്ജീകരിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് 11 മണിക്ക് KOS, അതായത് നോയോസ്ഫിയർ എന്നുള്ള ഷോ കാണാൻ പോകാനുണ്ട്. അപ്പോൾ അതിന് മുമ്പേ കുറച്ച് കാര്യങ്ങൾ ഹനിത എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കുന്നതാണ്. സാറേ 10:40 ആ ഗ്രാവിറ്റി വെല്ല് നോക്ക്. അതിൻ്റെ ഉള്ളിൽ ടച്ചായി ഹനി, ടച്ച് ആവാണ്ട് ചെയ്യണം. യു ഫീൽ കംഫർട്ട്. ഇതിനകത്തിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് കംഫർട്ടബിളായി ഇരിക്കേ. സിറ്റ്. അവിടെ ഇരിക്കേ. ഇതിനകത്താ കംഫർട്ടബിൾ പറയണേ. നല്ലോണം അച്ചേസ് പോയിട്ടോ, കുറച്ചും കൂടി പീച്ചയായിട്ട് പോയിട്ടോ. दर्शक कृपया ध्यान दें, जिन दर्शकों के पास फैंटेसी राइड शो का टिकट है वो फैंटेसी राइड हॉल के पास पहुंचे. दर्शक कृपया ध्यान दें, जिन दर्शकों के पास അങ്ങോട്ടാണോ? ഇത് ഹാരപ്പൻ ടെക്നോളജി. എന്നാ വാ പോവാം. ഇത് കോറസ്. KOS. നമ്മൾ നേരത്തെ എടുത്ത ടിക്കറ്റ് ഇവിടെ കാണിക്കണം. അപ്പോൾ ഏകദേശം 11 മണിയായ സമയം ടിക്കറ്റ് കാണിച്ചിട്ട് അകത്ത് കയറാണ്. അപ്പോൾ ഇത്രയും സമയം നമ്മൾ കണ്ടതൊക്കെ നേരത്തെ 50 റുപ്പീസ് എൻട്രി ഫീസിൽ ഉൾപ്പെടുന്നതാണ്. അതിനൊന്നും സ്പെസിഫിക് ആയിട്ട് വേറെ പൈസയൊന്നും കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ഈ ഹാളിൽ കയറുമ്പോഴേ ഇങ്ങനെ ഇരിക്കാനുള്ള ഗാലറി പോലെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. നടുക്കൊരു സ്ഫിയർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇവർ സോളാർ സിസ്റ്റത്തിനെ കുറിച്ച് മുഴുവനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമെന്നാണ് പറയുന്നത്. മുഴുവൻ സൂര്യനെക്കുറിച്ചും ബാക്കി 8 ഗ്രഹങ്ങളും പിന്നെ പ്ലൂട്ടോയും ഇതിനെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ ഡിസ്ക്രൈബ് ചെയ്ത് തരും നമുക്ക്. അപ്പോൾ വേറെയും കുറച്ച് ആളുകളും കൂടി വരുന്നുണ്ട്. അപ്പോൾ എക്സാക്റ്റ് 11 മണിയാകുമ്പോൾ ഷോ തുടങ്ങും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് അരമണിക്കൂറിൻ്റെ അടുത്തുള്ള ഷോയാണേ. അത് കഴിഞ്ഞിട്ട് 11:30 ആകുമ്പോൾ നമ്മൾ ഒരു താരാമണ്ഡൽ ഷോനും കൂടി ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അത് കാണാൻ വേണ്ടി പോകണം. അതൊന്നുമില്ല, ഈ നക്ഷത്രങ്ങളെ കുറിച്ചിട്ട്
പറയാനും പഠിപ്പിക്കാനും ഈ സപ്തർഷികൾ എന്ന് പറഞ്ഞുള്ള നക്ഷത്രക്കൂട്ടങ്ങളൊക്കെ ഇല്ലേ, അതിനെക്കുറിച്ചൊക്കെ പറയുന്നതിന് വേണ്ടിയിട്ട് അത് കാണിച്ചു തരാനും വേണ്ടി നമ്മൾ പ്ലാനറ്റോറിയത്തിലൊക്കെ പോകുമ്പോൾ കാണുന്ന പോലെ കാണിച്ചു തരും കൂടി ചെയ്യുന്ന ഒരു ഷോയാണ് താരാമണ്ഡൽ ഷോ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് KOS കാണാം. ഇതിപ്പോൾ കാണുന്നില്ലേ, ആ ലേഡിയാണ് നമുക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. അപ്പോൾ അവർ അതിനുള്ള ഇൻട്രൊഡക്ഷനൊക്കെ കൊടുക്കുകയാണ്. ഇപ്പോൾ കുറേ ഇത്രയും കൂടുതലുള്ളത് കാരണം തന്നെ മുഴുവനായിട്ടും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് പ്രാക്ടിക്കൽ അല്ലാത്ത കാരണം ഞാൻ കുറച്ച് മാത്രമായിട്ട് കാണിക്കാം. ബാക്കി നമ്മൾ അവിടെ പോയി തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഈ KOS എന്ന് പറയുന്നത്. അതിപ്പോൾ ഇവർ ആദ്യം തന്നെ ഭൂമിനെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എർത്തിലത്തെ സമുദ്രത്തിനെ കുറിച്ചും ബാക്കിയുള്ള രാജ്യങ്ങളെക്കുറിച്ചും സ്ഫിയറിലെ ലാൻഡ് എങ്ങനെയായിരിക്കുക എന്നുള്ളതൊക്കെ. ഇനി ഭൂമി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഗ്രഹങ്ങളെക്കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇത് സൂര്യനോട് ഏറ്റവും തൊട്ടടുത്ത് നിൽക്കുന്ന മെർക്കുറി അല്ലെങ്കിൽ ബുധൻ എന്നറിയപ്പെടുന്ന ഗ്രഹത്തിനെ കുറിച്ചാണ് ഇപ്പോൾ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത് വരുന്നത് ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ആയ വീനസ് അല്ലെങ്കിൽ ശുക്രനാണ്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അതിൻ്റെ തിളക്കം. അപ്പോൾ അത് അത്രയും ഭംഗിയായിട്ട് അവർ പിക്ചറൈസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഈ ഷോൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി. അടുത്തത് ഓർഡർ പ്രകാരം വരേണ്ടത് ഭൂമിയാണ്. അപ്പോൾ എർത്തിനെ കുറിച്ച് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത കാരണം ഇപ്പോൾ പറയുന്നത് മാർസ് അല്ലെങ്കിൽ ചൊവ്വേനെ കുറിച്ചാണ്. അപ്പോൾ ചൊവ്വാഗ്രഹം എങ്ങനെയാണ് സോളാർ സിസ്റ്റത്തിൽ ഇരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പം നമ്മൾ കാണുന്നത്. അടുത്ത വരുന്നത് വ്യാഴം, ബൃഹസ്പതി എന്നൊക്കെ അറിയപ്പെടുന്ന ജൂപ്പിറ്ററാണ്. ജൂപ്പിറ്റർ എന്നാണ് കാണാൻ നല്ല ഭംഗിയില്ലേ. അടുത്തത് സാറ്റേൺ അല്ലെങ്കിൽ ശനിയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ശനി ഗ്രഹത്തിന് ചുറ്റും ഒരു വലയം കൂടി ഉണ്ടല്ലോ. അത് പക്ഷേ ഇവിടെ കാണിക്കുക എന്നുള്ളത് പ്രാക്ടിക്കൽ അല്ല. അതുകൊണ്ടാണ് ആ വലയം ഇല്ലാണ്ടെയുള്ള ശനിഗ്രഹത്തിനെയാണിപ്പോൾ ഇവിടെ ഡെപ്പിക്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നത് ശനിയുടെ നാച്ചുറൽ സാറ്റലൈറ്റായ ടൈറ്റനാണ്. അങ്ങനെ എല്ലാ ഗ്രഹത്തിൻ്റെയും സാറ്റലൈറ്റ്സിനൊക്കെ ഇവർ കാണിച്ചായിരുന്നു. പിന്നെ അത് മുഴുവൻ ഞാൻ ഇതിനകത്ത് കാണിക്കാതിരുന്നതാണ്. നമ്മൾ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അടുത്ത വരുന്നത് യുറാനസ് എന്നുള്ള ഗ്രഹമാണ്. ഇതും ഏകദേശം ശനിയെ പോലെ തന്നെയാണ് ഇരിക്കുന്നത്, ശനിഗ്രഹത്തിനെ പോലെ തന്നെ. പക്ഷേ ആ ശനിഗ്രഹത്തിന് ചുറ്റുമുള്ള വലയമില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് ഏറ്റവും അവസാനത്തെ ഗ്രഹമായ നെപ്റ്റ്യൂണാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ നേരത്തെ പ്ലൂട്ടോയും ഗ്രഹങ്ങളുടെ കൂട്ടത്തിലായിരുന്നു. ഇപ്പോൾ പക്ഷേ അത് ഒരു ഡാർക്ക് പ്ലാനറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് പ്ലൂട്ടോനെ കുറിച്ച് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തില്ല. ഇതിപ്പോൾ ഇനി ഏറ്റവും ലാസ്റ്റ് വരുന്നത് സൗരയൂഥത്തിൻ്റെ ഏറ്റവും സെൻറ്റർ ആയ സൂര്യനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷനാണ്. ഇപ്പോൾ സൂര്യൻ എല്ലാവർക്കും അറിയാമല്ലോ, ഒരു നക്ഷത്രമാണല്ലോ. അപ്പോൾ സൂര്യനെക്കുറിച്ച് പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ ഇവർ കാണിക്കുന്നത് മൂണാണ്, ചന്ദ്രനെ. ഈ ഭൂമിയുടെ നാച്ചുറൽ സാറ്റലൈറ്റായ ചന്ദ്രനെക്കുറിച്ചാണ് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് KOSൻ്റെ ഷോ കഴിഞ്ഞിറങ്ങി. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നമുക്ക് മുഴുവനായിട്ട് കുറേ കാര്യങ്ങളൊക്കെ അറിയാൻ സാധിച്ചു. സെൽഫ് ഡിസപ്പിയർ. ഹനി ഇവിടെ നോക്ക്, ഇവിടെ നോക്ക്, ഇവിടെ നിന്നെ കാണണ്ട. ഇനി ഇപ്പുറത്തെ കണ്ണാടി വന്ന് നോക്ക്. ഇനി ഇപ്പുറത്ത് നോക്ക് ഹനി. നെക്സ്റ്റ് സൈഡ്, ഈ സൈഡിൽ കാണേണ്ട, ഈ സൈഡ് കണ്ട. ഇവിടെ നടുക്ക് നോക്ക്. നടുക്ക് നോക്കുമ്പോൾ നിന്നെ കാണൂല. കാണുന്നുണ്ടോ? താരമണ്ഡലം അവിടെ. ഹനി എവിടെ നോക്കി? ഇത് ഫൺ മിററാണ്. ഓരോ മിററിലും ഓരോ മാതിരി ഉണ്ടാവും. ഹനി ഇവിടെ നോക്ക്. ഹനീനെ എങ്ങനെ കാണുന്നു നോക്കട്ടെ. ഹനി നോക്ക്, ഡ്വാഫായിപ്പോയി കുഞ്ഞതാ. ഇനി ഇതിൽ നോക്ക്, ഇത് നോക്ക്. ഹനി ഉൾട്ട വന്നു. ഇനി ഇതിൽ വന്ന് നോക്കൂ, നോക്കട്ടെ ഹനി എങ്ങനെ കാണുന്നത്. ചൂടോ, കുഞ്ഞു ഹനിയായിപ്പോയി. കുഞ്ഞിവിടെ നോക്കൂ. ദൈവമേ, എത്ര വലുതായി നോക്കൂ. കുഞ്ഞായി. ഇനി ഇപ്പുറ സൈഡ് നോക്കൂ, വലുതായി. കണ്ട, ഇപ്പൊ കുഞ്ഞാവും. അമ്മയും കുഞ്ഞും കണ്ട. വലുതാവും ചെറുതാവും, ഓട്ടോമാറ്റിക്കലി വലുതാവും ചെറുതാവും. നിങ്ങളെ കണ്ട, ഓട്ടോമാറ്റിക്കലി വലുതാവും ചെറുതാവും. ഇതെന്താ സാധനം? അങ്ങനെ ചെയ്. ദി എക്സ്പ്രസ് റൂട്ട് 2 ഫിംഗേഴ്സും കൊണ്ടാണ് ഹനി ചെയ്യേണ്ടത്. ഇവിടെ അതാ ഓരോ പ്ലാനറ്റിലും ഹനിയുടെ വെയിറ്റ് കാണും. വാട്ട് ഇസ് ദാറ്റ്? ഹമാരെ ഗ്രഹ ഓർ പ്ലാനറ്റ്സ്. ഇതെവിടെ കാണും ഹനി? ഓരോ പ്ലാനറ്റ്സ് ഇപ്പോൾ കാണും. കണ്ടോ? ഞങ്ങൾ താരാമണ്ഡൽ കാണാൻ പോവാണേ.
അപ്പോൾ ഇതിങ്ങനെ ഒരു ടെൻറ്റിൻ്റെ അകത്ത് നമ്മളെ കയറ്റി ഇരുത്തും. എന്നിട്ട് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് അവരവരുടെ പ്രോജക്ടറിൽ മുകളിൽ കാണിക്കുക ചെയ്യുക, നക്ഷത്രങ്ങളും നക്ഷത്ര സമൂഹങ്ങളും ഒക്കെ ആയിട്ട്. പിന്നെ അതിൻ്റെ തല മാത്രം ഓടിയോടെ പോയി അപ്പുറത്തെ ക്ലാസ് സാർ അപ്പുറത്ത് പോയി നോക്കിയപ്പോൾ ഡെസിമൽ പ്ലേസ് വാല്യൂ ഗ്രാവിറ്റി ബൃഹദീശ്വര ടെമ്പിൾ അതിപ്പോ പേടിയോ ഞാൻ ഈ നീ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവില്ല ഈ ടെമ്പിൾ എന്തിനാ ഇവിടെയെന്ന്. ഇത് ഭയങ്കര സയൻറ്റിഫിക്കായി ഉണ്ടാക്കിയ സാധനം. ഹനി സയൻസ് ഷോ ആണ് നമ്മൾ 12 o'clock പോകാനുള്ളത്. ഇത് ഓഡിറ്റോറിയം. ഇനി നമ്മൾ 12 മണിക്ക് ഒരു സയൻസ് ഷോന് വേണ്ടി കൂടി ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കണ്ട് പിന്നെ ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് മഹാഭാരതത്തിൻ്റെ പനോരമിക് വ്യൂ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതും കൂടി കണ്ടിട്ട് തിരിച്ചു പോകാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇത്തിരി വിശന്നു. അത് കാരണം ഇതിനകത്ത് തന്നെ കഫ്തേരിയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ എല്ലാവരും ഓരോ കോഫിയും ഹനിയൊരു മാംഗോ സ്റ്റിക്കും കഴിച്ചിട്ട് ഇതേ ഞങ്ങൾ സയൻസ് എക്സ്പെരിമെൻറ്റ് കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്തൊരു ഓഡിറ്റോറിയം ഉണ്ട്. ആ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു ലേഡി നമുക്ക് എക്സ്പെരിമെൻ്റൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നമുക്ക് കുറച്ച് സമയം സയൻസ് എക്സ്പെരിമെൻറ്റ്സ് കാണാം. ഇവിടെ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ബേസിക് സയൻസിൻ്റെ കൺസെപ്റ്റ്സ് ഇല്ലേ, അതൊക്കെയാണ് എക്സ്പെരിമെൻറ്റ്സിൽ കൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. ഇപ്പോൾ ലിറ്റ്മസ് പേപ്പറിൻ്റെ ടെക്നോളജിയും ഗ്രാവിറ്റിക്ക് എഗെയിൻസ്റ്റായിട്ട് സാധനങ്ങൾ മൂവ് ആവുന്നതൊക്കെ. അപ്പോൾ കുട്ടികൾക്കൊക്കെ കുറച്ചും കൂടി നോളജ് ഗ്യാതറിങ്ങും നല്ലോണം ഇൻട്രസ്റ്റിംഗ് ഒക്കെ ആയിരിക്കും. ഹനീനെ പോലത്തെ പ്രായത്തിൽ പറ്റില്ല, അതിനേക്കാൾ ഇത്തിരി കൂടി വലിയ ക്ലാസ്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ നേരത്തെ കണ്ട എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്ത് നോക്കിയാൽ പുറത്തുള്ളതൊക്കെ ഞാൻ പറഞ്ഞില്ല, അതിന് എക്സ്ട്രാ പേയ്മെൻ്റ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പം നമുക്കിതൊരു ഹോൾ ഡേ നടന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് എൻജോയ് ചെയ്യാനുള്ള അത്രയും ഈ പനോരമിക് സയൻസ് സെൻറ്ററിലുണ്ട് ആക്ച്വലി. ഹരി പോയിക്കോ, ഓടോ ഓടിപ്പോ ഓടിപ്പോ. ഹനി തൊട്ട് നോക്ക്. ठंडाना നല്ല നല്ല ठंडाना അതെ. വെൽക്കം ടു പനോരമ ഓഗ്മെൻറ്റഡ് റിയാലിറ്റി ആപ്പ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ മഹാഭാരത യുദ്ധത്തിൻ്റെ പനോരമിക് വ്യൂ നമുക്ക് ഇവിടെ ഈ കുരുക്ഷേത്ര പനോരമ ആൻഡ് സയൻസ് സെൻറ്ററിൽ കാണാൻ സാധിക്കും. അപ്പോൾ അത് കാണാൻ വേണ്ടിയാണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ മഹാഭാരതത്തിലെ അതായത് കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ ഓരോ ദിവസത്തിലും ഓരോ അധ്യായങ്ങളിലായിട്ട് മഹാഭാരതത്തിൽ വിവരിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓഗ്മെൻറ്റഡ് റിയാലിറ്റിയായി അതിൻ്റെ പനോരമിക് വ്യൂവിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതൊക്കെ ഉണ്ട്. ഇവിടെ ഓരോത്തിൻ്റെ മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട് ഏത് ദിവസം നടന്ന സംഭവമാണ് എന്താണെന്നുള്ളത്. അത് അഭിമന്യു ചക്രവ്യൂഹത്തിൽ പെടുന്നത്, അതേപോലെ ഭീഷ്മർ ശരശയ്യയിൽ കിടക്കുന്നത്, അശ്വത്ഥാമാവിനെ വധിക്കുന്നത്, അങ്ങനെ മഹാഭാരതത്തിലെ ഓരോ കാര്യങ്ങളും നമുക്ക് ഇവിടെ നിന്ന് വായിച്ചും കണ്ടും മനസ്സിലാക്കാൻ സാധിക്കും. അതുതന്നെയാണ് ഈ പനോരമ സയൻസ് സെൻറ്ററിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷനും ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അത് കണ്ടില്ലേ, ഇവിടെ ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മരെയാണ് കാണിച്ചിരിക്കുന്നത്. ഭീഷ്മ ഓൺ ദ ബെഡ് ഓഫ് ആരോസ്.
ഇപ്പോൾ മഹാഭാരത യുദ്ധം കഴിയുന്നത് വരെ ശരശയ്യയിൽ കടന്ന് യുദ്ധത്തിൻ്റെ അവസാനം വരെ കാണാമെന്നാണല്ലോ ഭീഷ്മാചാര്യർ പറഞ്ഞിരിക്കുന്നത്. അതൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുക. ഇത് അഭിമന്യു ചക്രവ്യൂഹത്തിലകപ്പെട്ടിട്ട് അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റാണ്ട് ആ യുദ്ധഭൂമിയിൽ മരിച്ചു വീഴുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഗർഭാവസ്ഥയിൽ അഭിമന്യുവിന് ഭഗവാൻ പറയുന്നത് കേട്ടപ്പോൾ ഈ ചക്രവ്യൂഹത്തിൻ്റെ അകത്ത് എങ്ങനെ പ്രവേശിക്കുക എന്നുള്ളത് മാത്രമേ അഭിമന്യു കേട്ടുള്ളൂ. പുറത്തേക്ക് എങ്ങനെ വരാമെന്നുള്ളത് കേൾക്കുന്നതിന് മുമ്പേ അഭിമന്യു ഗർഭപാത്രത്തിൽ ഉറങ്ങിപ്പോയിന്നും അതുകൊണ്ട് അഭിമന്യുവിന് ഈ ചക്രവ്യൂഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചില്ല എന്നുള്ളതാണ് കഥ. അപ്പോൾ അതൊക്കെ നമുക്ക് ചക്രവ്യൂഹത്തിലകപ്പെട്ട അഭിമന്യുവിൻ്റെ നിസ്സഹായാവസ്ഥയൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പം നമ്മൾ കാണുന്നത് ഭീമപുത്രനായ ഘടോൽകചനെ കർണൻ അദ്ദേഹത്തിൻ്റെ വൈജയന്തി അസ്ത്രം ഉപയോഗിച്ച് വധിക്കുന്ന രംഗമാണ് മഹാഭാരതത്തിൽ. അപ്പോൾ ഘടോൽകചൻ ഇങ്ങനെ കൗരവരുടെ പടയനെയൊക്കെ നശിപ്പിച്ച് മുന്നേറിക്കൊണ്ടിരുന്നപ്പോഴാണ് കർണൻ വന്ന് വൈജയന്തി അസ്ത്രം ഉപയോഗിച്ച് ഘടോൽകചനെ വധിക്കുന്നത്. ഇവിടെ കാണിക്കുന്നത് കർണനെ അർജുനൻ വധിക്കുന്നതാണ്. അപ്പോൾ യുദ്ധത്തിൻ്റെ ഇടയിൽ കർണൻ്റെ തേരിൻ്റെ ചക്രം യുദ്ധഭൂമിയിൽ ആഴ്ന്നു പോവുകയും ഇപ്പോൾ കർണൻ അത് ഉയർത്താൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ കൃഷ്ണൻ അർജുനനോട് പറയുകയാണ്, നമ്മൾ യുദ്ധത്തിൽ മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനം എന്ന് പറയില്ലേ ഗീതയിൽ. അപ്പോൾ നീ ഏതവസ്ഥയിലായാലും കർണനെ വധിക്കുക എന്നുള്ളതാണ് നിൻ്റെ ധർമ്മം എന്ന് പറഞ്ഞിട്ട് അർജുനൻ കർണനെ വധിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇവിടെ നമ്മൾ കാണുന്നത് ദുര്യോധനനും ഭീമനും തമ്മിലുള്ള ദ്വന്ദ്വയുദ്ധമാണ്. അപ്പോൾ ആ ദ്വന്ദ്വയുദ്ധത്തിൻ്റെ അവസാനം ഭീമൻ ദുര്യോധനെ വധിക്കുകയും അദ്ദേഹത്തിൻ്റെ ഇടത് തൈ വലിച്ചെറിയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കൃഷ്ണനും മറ്റ് പാണ്ഡവരും ഒക്കെ അത് നോക്കിക്കൊണ്ട് നിൽക്കുന്ന രംഗമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അങ്ങനെ മഹാഭാരതത്തിലെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇവിടെ നമുക്ക് ഭംഗിയായിട്ട് കണ്ട് കേട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ഇവിടെയുള്ള മഹാഭാരത പനോരമിക് വ്യൂ എന്ന് പറയുന്നത്. ഇത് കാണിക്കുന്നത് ഭഗവാൻ അർജുനന് കൊടുക്കുന്ന ഗീതോപദേശമാണ്. യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ യുദ്ധം ജയിക്കുന്നതിന് വേണ്ടിയിട്ട് ഭഗവാൻ ഉപദേശിച്ച ഗീതയാണ് നമ്മൾ ഇപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കുരുക്ഷേത്ര ലാൻഡ് ഓഫ് ഭഗവത്ഗീത എന്നറിയപ്പെടുന്നത്. അപ്പോൾ അതൊക്കെ ജ്യോതിസർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ സംഭവം നടന്നതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അപ്പോൾ അത് സംഭവിച്ച സ്ഥലവും അവിടെ ഒരു ആൽമരവും ഒക്കെ ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഈ മഹാഭാരതവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കുരുക്ഷേത്രയിലും അതിൻ്റെ പരിസരത്തുമാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ കുരുക്ഷേത്ര ആക്ച്വലി കുരുക്ഷേത്രത്തിലത്തെ മണ്ണൊക്കെ ആണ് ഇരുന്നതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. കാരണം ഈ മഹാഭാരത യുദ്ധത്തിലുണ്ടായ ബ്ലഡ് ഷെഡിങ് കാരണം. പിന്നെ സിവിലൈസേഷൻ വന്ന ശേഷം അതൊന്നും അത്ര മനസ്സിലാവുന്നില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ ഈ ഇതിൻ്റെ പനോരമിക് വ്യൂ ഒക്കെ കണ്ടിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ കണ്ട പോലത്തെ ആ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ചെയ്ത് നോക്കാനൊക്കെയുള്ളൂ. അപ്പോൾ നമുക്ക് നല്ലോണം ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ അത് മുഴുവനായിട്ട് ചെയ്ത് നോക്കി ഒരു ഹോൾ ഡേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ സ്പെൻഡ് ചെയ്യാനുള്ളത് ഉണ്ട്. നമ്മളെന്തായാലും ഇത്രയും ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോഴത്തേക്കിന് സമയം 1 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കാണുന്നതൊക്കെ മഹാഭാരത യുദ്ധത്തിൽ കൗരവരും പാണ്ഡവരും ഉപയോഗിച്ചിരുന്ന അസ്ത്രങ്ങളും മറ്റ് ആയുധങ്ങളുടെയൊക്കെ ഒരു ഡിജിറ്റൽ പ്രിൻറ്റിംഗ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ മഹാഭാരതത്തിലെ ഓരോ യുദ്ധത്തിലെ ഓരോ ഫോർമേഷൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഫോർമേഷൻസിനൊക്കെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ അതൊക്കെ നമുക്ക് ഇവിടുന്ന് കണ്ട് മനസ്സിലാക്കാം. കറക്കണം എന്താ പറ മതിയാ ആ നിർത്താൻ പറയുന്നത്. എങ്ങനത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു? എങ്ങനത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു ഹനിയത്? കൊള്ളായിരുന്നോ? കൊണാർക്കിലെ സൂര്യ ടെമ്പിളത്തെ രഥ ബട്ടർഫ്ലൈ പാർക്ക്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണേ. അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഒരു ബട്ടർഫ്ലൈ പാർക്കും കൂടിയുണ്ട്. പക്ഷേ വെയിലായ കാരണം പോയില്ല. നല്ല വെയിലായി. ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്ക് ഏകദേശം 1 മണിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഇതിൻ്റെ ഇവിടുന്ന്
തൊട്ട് ലെഫ്റ്റ് സൈഡിൽ തന്നെ ഒരു കുഞ്ഞു വഴി കൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ശ്രീകൃഷ്ണ സംഗ്രഹാലയം എന്ന് പറഞ്ഞിട്ട് ഒരു ശ്രീകൃഷ്ണ മ്യൂസിയം ഉണ്ട്. അവിടെയാണെങ്കിൽ ശ്രീകൃഷ്ണ അവതാരത്തിൻ്റെ, അതായത് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ശ്രീകൃഷ്ണ അവതാരത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അവിടെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ ദ്വാരകയിൽ നിന്ന് പിന്നെ കടലിൻ്റെ അടിയിലേക്ക് മുങ്ങിപ്പോയ വൃന്ദാവനും ദ്വാരകയൊക്കെ എക്സ്കവേറ്റ് ചെയ്തെടുത്തതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ അതൊക്കെ ശ്രീകൃഷ്ണ മ്യൂസിയത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് അതൊക്കെ കാണാൻ സാധിക്കും. ഈ പനോരമ സെൻറ്ററിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഈ ശ്രീകൃഷ്ണ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി വിസിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. അത് പിന്നെ അധികം സമയം എടുക്കില്ല. അതൊരു 2-3 നിലകളിലായിട്ട് വലുതായി വ്യാപിച്ച് കിടക്കുന്നുണ്ട്. പക്ഷേ എല്ലാം ജസ്റ്റ് ഒന്ന് കണ്ട് മനസ്സിലാക്കാനേ ഉള്ളൂ. ഇതേപോലെ എക്സ്പെരിമെൻറ്റ് ചെയ്യാനൊന്നുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് കണ്ടു തീർക്കാം. ഞങ്ങളെന്തായാലും ഈ പനോരമിക് സെൻറ്റർ കണ്ടിട്ട് തിരിച്ചു പോവാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡൈനോസർ പാർക്ക്, ഡൈനോസർ എൻക്ലേവ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ ഇനി നേരെ തിരിച്ച് അംബാലയ്ക്ക് പോവുകയാണേ. അപ്പോൾ അംബാല ചെന്ന് ലഞ്ചൊക്കെ കഴിച്ചിട്ട് വേണം വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട്. ഗീതാ ഉപദേശ് സ്ഥൽ ധർമ്മക്ഷേത്ര में पधारने के लिए आपका हार्दिक अभिनंदन. അപ്പോൾ ഇതാണ് ഞാൻ വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഓവർബ്രിഡ്ജിൻ്റെ ഇപ്പുറത്തെ സൈഡിലും കുറേ ചിത്രങ്ങളൊക്കെ ഉണ്ട് മഹാഭാരതത്തിനെ സൂചിപ്പിക്കുന്നതായിട്ട്. അപ്പോൾ അതൊക്കെയാണ് ഈ കാണുന്നത്. എന്തായാലും വീഡിയോ കണ്ടതിന് നന്ദി. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.